ഹലോ. ഇപ്പോൾ ഈ ഒരു പീസ് കണ്ടോ, ഇത് ഇന്നലെ തയ്ച്ച ചുരിദാറിൻ്റെ ബാക്കി പീസാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 1 മീറ്ററൊന്നും ഇല്ല. ഇച്ചിരി നീളത്തിലുണ്ട്, ഒരു 3/4 മീറ്ററൊക്കെ ഉണ്ടാവുമായിരിക്കും നീളത്തിൽ. ഇത്രയേ ഉള്ളൂ, ചെറിയ പീസാണ് കേട്ടോ. പീസ് കൊണ്ട് നമുക്കൊരു കുഞ്ഞുടുപ്പ് തയ്ക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വെട്ടി വെച്ചേക്കുന്ന പീസ്. ഇത് ഫ്രില്ലിന് വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ പ്ലെയിൻ ഭാഗം ഫ്രില്ലിന് വേണ്ടിയിട്ടും കൈക്ക് വേണ്ടിയിട്ട് പിന്നെ കുഞ്ഞൊരു ബോയ്ക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാവയുടെ നെക്ക് വരുന്ന സ്ക്വയർ നെക്കാണ്. അപ്പോൾ ഇതേപോലെ സ്ക്വയർ നെക്കിലാണ് ചെയ്യണത്. പിന്നെ ബാക്ക് ഫുൾ ഓപ്പണൊന്നുമല്ല, ബാക്ക് റൗണ്ടും പിന്നെ ഒരു ഡീപ്പ് ഒരു ഓപ്പൺ നമ്മുടെ തല കയറണ്ടേ. സ്ലീവ്ലെസ് ആണ്. കയ്യിൽ ചെറിയൊരു ഫ്രിൽസിന് വേണ്ടിയിട്ടും പിന്നെ താഴെ ചെറിയൊരു ചുരുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുഞ്ഞിൻ്റെ നെക്കിൽ പിടിപ്പിക്കാനുള്ള ആ ഒരു പട്ടയുണ്ടല്ലോ, അതായത് മറിച്ചടിക്കാനുള്ള പട്ടയുടെ ഒരു ഭാഗം നമ്മളിങ്ങനെ അടിച്ചെടുക്കേണ്ടിട്ട്, എന്നിട്ട് വേണം കുഞ്ഞുവാവയുടെ നെക്കുമേൽ ഇത് പിടിപ്പിക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ നമ്മൾ മറിച്ചടിക്കാനുള്ള പീസ് ഈ ഒരു സ്ക്വയർ പീസ് നീളത്തിൽ പീസ് വെട്ടിയെടുത്തിട്ട് ചെയ്യണ്ടോ. നമ്മൾ സ്ക്വയറിന് പീസ് ആകുമ്പോൾ നമുക്ക് ക്രോസ് പീസ് ഒന്നും വേണ്ട. നീളത്തിലൊരു പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ മറിച്ച് പിന്നെ ആ എഡ്ജ് വരുമ്പോൾ ഒന്ന് കോണായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഇത് കിട്ടും, ഫിനിഷിങ് കിട്ടും. പിന്നെ ഞാൻ നമ്മുടെ ഫ്രില്ലിന് വേണ്ടിയിട്ട്, അതായത് നെക്കിൽ ഞാൻ വിചാരിച്ചു ഒരു ചുരുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി നീളത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് പീസ് ഞാൻ വെട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ രണ്ടരികും അടിച്ചു കൊടുക്കുക. രണ്ടരികും നല്ല ഭംഗിയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. കാരണം അടിച്ചു കൊടുത്താലേ ഇതിൻ്റെ ഫിനിഷിങ് കിട്ടുള്ളൂ. ഒരരിക് അടിച്ചു കൊടുത്തു, അടുത്ത അരികും നമ്മളിങ്ങനെ അടിച്ചുകൊണ്ട് കൊടുക്കുക കേട്ടോ. അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നെക്കിൽ പിടിപ്പിക്കാനുള്ള ചുരുക്കിടാനായിട്ട്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഫ്രില്ലിടുന്ന പോലെ കുഞ്ഞായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചുരുക്കുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ്. ചെറുതായിട്ട് ഇങ്ങനെ ചുരുക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ച് പോയാൽ മതി കേട്ടോ. വേറെ ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് ചുരുക്ക് ഇട്ട് കഴിഞ്ഞിട്ടോ. ചുരുക്കി ഇങ്ങനെ ഞാൻ എടുത്തു. എന്നിട്ട് നമ്മുടെ നെക്ക് എടുക്കുക. നെക്ക് എടുത്തിട്ട് നെക്ക് മേലി ജസ്റ്റ് ഇതങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുക. ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ വളരെ സാവധാനം നിവർത്തി. കാരണം നമ്മൾ വെച്ചേക്കണ ചുരുക്കേ ചെറിയൊരു പീസാണല്ലോ, കുഞ്ഞുമാവയുടെ നെക്കിനല്ലേ. ഇപ്പോൾ വളരെ ചെറിയ പീസാണ്. അപ്പോൾ നമുക്കത് നിവർത്തി കിട്ടാൻ കുറച്ച് പണിയാണ്. കാരണം ചുരുക്കിടുമ്പോൾ ഈ പീസ് ഇങ്ങനെ മറിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നിവർത്തിയിട്ട് വളരെ പതുക്കെ വെച്ച് ആ സ്ക്വയർ പീസ് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല സിമ്പിളാണ്. എനിക്ക് പെട്ടെന്ന് തോന്നി ഇങ്ങനെ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കാനായിട്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് ഒരു ഡിസൈൻ വെച്ച് കൊടുത്തു. എന്നിട്ട് അതങ്ങ് വെട്ടി മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിലത്തെ പീസും ഇതേപോലെ തന്നെ ബാക്കിൽ എടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്തത് ഇതുപോലെ ഒരു വലിയ പീസ് എടുത്തിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മറിച്ചടിച്ചിട്ടോ. അപ്പോൾ മറിച്ചടിക്കുമ്പോൾ എന്താ വെച്ചാൽ സിമ്പിളായിട്ട് പരിപാടി കഴിയും. മൊത്തത്തിൽ ഇങ്ങനെ മറിച്ചടിച്ച് അതേപോലെ അതിൻ്റെ അരിയൊക്കെ വെട്ടി കൊടുത്തു, എഡ്ജൊക്കെ വെട്ടിക്കൊടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ പീസ് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് തന്നെ വെട്ടിയെടുത്തു. എന്നിട്ട് ഒരു അരികെ മൊത്തത്തിൽ അങ്ങ് അടിച്ചു കൊടുത്തിട്ടോ. അപ്പം നമ്മൾ അരികെ അടിച്ച് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് നിവർത്തിയിട്ട് പതിച്ചടിച്ചാൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ ഞാൻ നമ്മുടെ എന്ത് പീസാണ് ബാക്കിൽ വെക്കുന്ന പീസ് ഇങ്ങനെ മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എല്ലാ എഡ്ജും കോർണറും എല്ലാം നമ്മളിങ്ങനെ ചെറിയ വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നിവർത്തിയിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പീസ് എല്ലാവർക്കും വെക്കാൻ അറിയാമല്ലോ. നല്ല ഭാഗവും ബാക്കിലത്തെ പീസിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ആ മറിച്ചടിച്ച പീസ് ഇങ്ങനെ മറിക്കുക. അങ്ങനെയാണ് ഷോൾഡർ മറിച്ചടിക്കുന്നത്. അപ്പോൾ അങ്ങനെ മറിക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അരികൊന്നും പുറത്തോട്ട് തള്ളി വരത്തില്ല. സിമ്പിളായിട്ട് നമ്മൾ ഷോൾഡർ വളരെ ഫിനിഷിംഗ് ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ മറിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ബാക്ക് പീസിൽ വെച്ചിരിക്കുന്ന ആ പീസ് ഞാൻ എന്തായി ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു അതിലേക്ക്. കാരണം വാവരുടെ ഡ്രസ്സല്ലേ, കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാ പീസും നമ്മൾ അടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തു. ഇനിയാണ് നമ്മുടെ എന്താ പറയുക കൈക്ക് കൊടുക്കാനുള്ള ഫ്രില്ല് കേട്ടോ. ഇപ്പോൾ കൈക്ക് കൊടുക്കാനുള്ള ഫ്രില്ല് എടുത്തിട്ട് കൈയുടെ അതിൻ്റെ ഒരു അരി കിട്ടുക. അതായത് നമ്മളിങ്ങനെ വെട്ടിയെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ അളവെടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാലേ നമ്മുടെ ആം ഹോളിൻ്റെ ഒരു ഭാഗത്തെ അളവിൻ്റെ ഇരട്ടി ആം ഹോൾ മൊത്തം എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വേണം ഫ്രില്ലിടാനായിട്ട്. അല്ലെങ്കിൽ ഫ്രില്ലെത്തൂല. അപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ കൈയായിട്ട് വെട്ടുന്ന ആ ഒരു ചരിഞ്ഞ ഭാഗത്ത് വേണം നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാൻ. സ്ട്രെയിറ്റ് ഭാഗമാണ് നമ്മൾ ഡ്രസ്സിൽ പിടിപ്പിച്ച് കൊടുക്കുന്നത്. സ്ട്രെയിറ്റ് ഭാഗമാണ് നമ്മൾ ചുരുക്കിയിട്ടിട്ട് ഡ്രസ്സിൽ പിടിപ്പിക്കണം കേട്ടോ.
കണ്ടോ, സ്ട്രെയിറ്റ് ഭാഗത്ത് ഇങ്ങനെ ചുരുക്കിയിട്ട് കൊടുക്കുക. വളഞ്ഞിരിക്കുന്ന ഭാഗമാണ് അരിക് അടിച്ച് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ആ ഒരു കൈയുടെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് ഭാഗം നമ്മൾ ചുരുക്കിയിട്ട് കൊടുക്കുക. കൈയുടെ വളഞ്ഞിരിക്കുന്ന ഭാഗമാണ് നമ്മൾ മടക്കി അടിച്ച് ഫിനിഷാക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ടോപ്പ് എടുക്കുക. ആ ടോപ്പിലേക്ക് ഇത് നല്ല ഭാഗം വെച്ചിട്ട് നമ്മളിങ്ങനെ അരികോട് ചേർത്ത് ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ ഈ കൈ പിടിപ്പിക്കാൻ. ഇച്ചിരി എന്താ പറയുക, നമ്മളിങ്ങനെ സ്ഥിരം തയ്ക്കുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ പലപ്പോഴും തയ്ക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ഈ ഭാഗം ഇങ്ങനെ പിടിപ്പിക്കണോ അങ്ങനെ പിടിപ്പിക്കണോ എന്നൊക്കെ. എനിക്കും ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ. കാരണം ഞാനിങ്ങനെ കുട്ടികളുടെ ഡ്രസ്സുകൾ കണ്ടമാനം തയ്ക്കാറില്ല. കൂടുതൽ വലിയ ആൾക്കാരുടെ ഡ്രസ്സുകളാണ് ഞാൻ കൂടുതൽ തയ്ക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് തയ്ക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഇനി ഞാൻ വെട്ടിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൈ പിടിപ്പിച്ചല്ലോ, കൈ പിടിപ്പിച്ചിട്ട് കൈ നമ്മൾ ഫിനിഷ് ചെയ്ത് മടക്കി അടിക്കണ്ടേ. അപ്പോൾ അതിന് ആയിട്ട് ഒരു പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പതിച്ച് വെച്ച് അടിച്ചിട്ട് നമ്മൾ പൈപ്പിങ് പോലെ അടിച്ചു കൊടുക്കും. പൈപ്പിങ് പോലെ അടിച്ചെടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി പതിച്ചടിച്ചു കൊടുക്കും. ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി, അതായത് ചീത്ത ഭാഗത്തേക്ക് മടക്കിയിട്ട് ഇത് പതിച്ചടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ കൈ ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും. കുഞ്ഞുവാവ കൈ ഇടുമ്പോഴത്തേക്കൊന്നും ഇത് പുറത്തോട്ട് കാണില്ല. ഞാനിതൊരു എന്താ പറയുക, ആർക്കും വേണ്ടി തയ്ച്ചതല്ല. ഇത് ഇങ്ങനെ എനിക്ക് നല്ല പീസ് കണ്ടപ്പോൾ, നമ്മൾ വെറുതെ കളയുന്ന പീസല്ലേ, കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഉടുപ്പ് തയ്ക്കാമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഉടുപ്പ് പെട്ടെന്ന് തയ്ച്ചത്. ഒരു 2 വയസ്സുള്ള കുട്ടികൾക്ക് ഇത്, 2 അല്ല 3 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ഇത് പറ്റുള്ളൂ. കാരണം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ ഇറക്കമൊന്നും വേണ്ടല്ലോ. മാത്രമല്ല ഏകദേശം 1, 2, 3 വയസ്സുള്ള പിള്ളേരുടെ ബോഡി അളവൊക്കെ ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. അവർക്ക് പൊക്കം വെക്കുന്ന പ്രായമായതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു അളവെല്ലാം കറക്റ്റ് തന്നെ ആയിരിക്കും. ഒരു 1/2 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് കൈ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ജസ്റ്റ് സൈഡ് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വള്ളിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് കെട്ടിക്കഴിഞ്ഞാൽ വണ്ണം ഉണ്ടെങ്കിൽ ആ ഒരു കെട്ടിൽ ഇത് അഡ്ജസ്റ്റ് ആയി പൊക്കോളും. നമ്മുടെ ആ ബാക്കി ഫ്രില്ലിടാനുള്ള സ്കേർട്ടിൻ്റെ ഭാഗം എടുക്കുക. അത് ജസ്റ്റ് ഇങ്ങനെ ചുരുക്കി കൊടുക്കുക കേട്ടോ. സ്കേർട്ടിന് അളവ് എടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മൊത്തം ബോഡി മെഷറിൻ്റെ ഇരട്ടിയാണ്. അതായത് കുട്ടിക്ക് ഒരു ഭാഗം 10 ഇഞ്ച് വണ്ണം ഉണ്ടെങ്കിൽ 20 ഇഞ്ച് എടുക്കണം ഒരു ഭാഗത്ത്. കുട്ടിയുടെ ടോട്ടൽ വണ്ണം 20 ഇഞ്ചാണെങ്കിൽ 40 ഇഞ്ച് എടുക്കണം. അത് 1 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റളവ് കിട്ടും. അങ്ങനെയാണ് കോട്ടനൊക്കെ എടുക്കുന്നത്. പക്ഷേ നെറ്റിൽ അങ്ങനെയൊന്നുമില്ല. നെറ്റിൽ ഭയങ്കരമായിട്ട് ഫ്രിൽസ് എന്തോരം കൂടുന്നോ അത്രയും ഭംഗിയുണ്ടാവും നെറ്റിൽ. കാരണം അത്രയും പഫി ആയിട്ടിരിക്കണമല്ലോ. എന്നിട്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ട് നമ്മൾ കറക്കി അടിക്കുക. ഞാനിങ്ങനെ കറക്കിയാണ് അടിക്കുന്ന. ഇത് വേസ്റ്റും പിന്നെ അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ ബാൻഡും കൂടി ഇങ്ങനെ കറക്കി അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. എക്സ്ട്രാ വല്ല തുണി സ്കേർട്ടിൻ്റെ അവിടെ വരുന്നുണ്ടെങ്കിൽ ആ ചുരുക്കി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി ഉടുപ്പിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് ചെറിയൊരു ബോയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസ് ഞാൻ അതിൻ്റെ 3 ഭാഗവും നമ്മൾ ഓപ്പൺ ആയിക്കുമല്ലോ, ആ 3 ഭാഗവും ഞാൻ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുത്ത ശേഷം അതിൻ്റെ ഒരു ഭാഗം ഇച്ചിരി ഭാഗം തുറന്നിട്ട് ആ തുറക്കണ ഭാഗത്തു കൂടി നമ്മളിങ്ങനെ അത് തിരിച്ച് മറിച്ചിങ് എടുക്കും. എടുത്തിട്ട് 4 സൈഡും ഒന്ന് അടിച്ചെടുക്കും. അടിച്ചെടുത്തിട്ട് ഞാൻ വെച്ച് നോക്കണേന് അടിച്ചെടുത്തിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രോക്കിൻ്റെ ആ ചെക്ക് തുണി ഇച്ചിരി എടുത്തിട്ട് അതിൻ്റെ കൂടെ ചുറ്റി ജസ്റ്റ് ഞാനിങ്ങനെ അടിച്ചെടുക്കണേ കേട്ടോ. സിമ്പിളാണേ, വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെറിയൊരു പീസ് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അതിങ്ങനെ വെച്ചടിച്ചങ്ങോട്ട് കൊടുത്തിട്ടോ. ഇത്രേ പരിപാടിയേ ഉള്ളൂ. അതിനുശേഷം ഞാനത് നമുക്ക് ഏത് പൊസിഷനിൽ വെക്കണോ, നേരെ വെക്കണോ, ചരിച്ച് വെക്കണോ, അങ്ങനെ നിവർത്തി വെക്കണോ, അങ്ങനെ നോക്കിയിട്ട് ഞാനത് ആ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിളല്ലേ, വളരെ എലഗൻ്റ് ലുക്കായിട്ടുള്ള ചെക്കാകുമ്പോൾ ഭയങ്കര ഭംഗിയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.